കുട്ടികളൊക്കെ നല്ല നിലയിൽ വിജയിച്ചു കഴിഞ്ഞാൽ അവരെയൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടുവന്ന് ആദരിക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് ഒരു സംശയം. ആർക്ക് ഉത്തരം പറഞ്ഞു തരാൻ പറ്റും? കുട്ടികൾ പറഞ്ഞു തരാമോ? SLC A+ വാങ്ങിയാൽ നല്ല ഫ്ലക്സ് ബോർഡൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നാടുനീളെ കെട്ടി അഭിവാദ്യങ്ങൾ. പഞ്ചായത്ത് അവരെ ആദരിക്കുന്നു, ജനപ്രതിനിധികൾ വേറെ വിളിച്ച് ആദരിക്കുന്നു, സംഘടനകൾ ആദരിക്കുന്നു, ക്ലബ്ബുകൾ ആദരിക്കുന്നു. എന്താ പിന്നെ ഒരു കഥ? എന്താണ് ഇത്ര കാര്യം? നിങ്ങൾ എത്ര വലിയ ആളുകളായത്? +2 ആയാലും അങ്ങനെ തന്നെയല്ലേ? എന്തായിരിക്കും അതിന്റെ കാര്യം? രക്ഷിതാക്കൾക്കും ചിന്തിക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ വിദ്യാഭ്യാസ രംഗത്ത് ഇത്ര നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന, മാതൃകയായി മാറുന്ന കുട്ടികളെ എല്ലാവരും ഓടിച്ചു പിടിച്ച് ആദരിക്കുന്നത്? എന്താണ് ഇവരുടെ മികവിന്റെ ആ പ്രത്യേകത? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അത് അറിയാവുന്നതുകൊണ്ടാണല്ലോ ഈ പരിപാടിയോട് വെച്ചതല്ലേ? അത് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. അത് ഞങ്ങൾക്ക് അറിയാതെ. കുട്ടികൾക്ക് മനസ്സിലായി എന്താ കാര്യമെന്ന്? ഇല്ലേ? അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്, ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് സർക്കാർ പോലും ഇപ്പൊ പത്രങ്ങളിലെല്ലാം A+കാരൻ ഫോട്ടോ വരൂലേ? 9A+ ആണ്. വരുമോ? പത്രത്തിൽ ഫോട്ടോ വരുമോ 9A+കാർക്ക്? അപ്പൊ 9A+ കിട്ടിയൊരു മോശമാണോ? 9A+ കിട്ടിയൊരു മോശമാണോ? 8A+ കിട്ടിയൊരു മോശമാണോ? 5A+ കിട്ടിയൊരു മോശമാണോ? ചിലപ്പോൾ ഭാവിയിൽ 5A+കാരനായിരിക്കും A+കാരനേക്കാൾ ഉയർന്ന നിലയിൽ എത്തുന്നത്. ശരിയോ തെറ്റോ? എനിക്ക് അത്ര അനുഭവമുണ്ട്. അതുകൊണ്ട് A+ കിട്ടി എന്നതുകൊണ്ട് മാത്രം അവരെ ജീവിതത്തിൽ വിജയിക്കണം, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടിക്കണമെന്നോ, അല്ലെങ്കിൽ അവരെക്കാൾ മറ്റുള്ളവർ ഒരിക്കലും എത്തൂലെന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട. പക്ഷേ A+ കിട്ടിയവർക്ക് കൂടുതൽ സാധ്യത കൂടുതൽ അല്ലേ? അവർക്കാണ് ഇഷ്ടമുള്ള ഗ്രൂപ്പ് എടുക്കാനും ഇഷ്ടമുള്ള വിഷയം എടുത്ത് മുന്നോട്ട് പോകാനും അതുപോലെ വിജയങ്ങൾ നേടാനും സാധ്യത കൂടുതൽ അവർക്കാണ്. അതുകൊണ്ട് അവർക്ക് മുൻഗണന കൊടുക്കുന്നു. എന്ന് വെച്ചാൽ പിന്നെ അധ്വാനിച്ചാൽ കിട്ടും. എന്റെ വിഷയം അതല്ല. ഞാൻ ആദ്യം എന്തിനാണ് ചെയ്യുന്നതിനൊരു ഉദാഹരണം പറയാം. എനിക്ക് പരിചയമുള്ള ഒരാളെ പരിചയപ്പെടുത്താം. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിച്ചത്. നിങ്ങൾ അറിയാത്ത കാര്യമൊന്നുമല്ല. എനിക്കറിയുന്ന ഒരു കുട്ടീന്റെ പേര് മൊയ്തു എന്നാണ്. ഇനിഷ്യൽ K എന്നാണ്. K മൊയ്തു. കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോട്ടുകാരനായിട്ടുള്ള മൊയ്തു സ്കൂളിൽ ഇതേപോലെ ഈ ഇരിക്കുന്ന മക്കളെ പോലെ അവർ രക്ഷിതാക്കൾ സ്കൂളിൽ കൊണ്ട് ചേർത്തി. സ്കൂളിൽ ചേർത്തിയപ്പോൾ ഈ കുട്ടി നമ്മുടെ കീഴ്ശ്ശേരിയിലെ കുട്ടികളെ പോലെ നന്നായി പഠിക്കുമായിരുന്നു. ഈ മൊയ്തു നന്നായി പഠിച്ചു. അപ്പൊ നന്നായി പഠിച്ച് അവസാനം ഇപ്പൊ പോയ കുട്ടിയെ പോലെ അദ്ദേഹം ഒരു ഡോക്ടറായി മാറി. അങ്ങനെ ഡോക്ടറായ ശേഷം അദ്ദേഹം കോഴിക്കോട് KSRTC സ്റ്റാൻഡിനടുത്ത് ഒരു ഹോസ്പിറ്റൽ തുടങ്ങി. അതിന്റെ പേര് നാഷണൽ ഹോസ്പിറ്റൽ എന്നാണ്. കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ഹോസ്പിറ്റലിൽ. ഇപ്പൊ ചിലർ തലയാട്ടാൻ തുടങ്ങി. ഞങ്ങൾക്ക് ആളെ മനസ്സിലായി. നമ്മുടെ നാട്ടിൽ തന്നെയാണ്, തൊട്ടടുത്തല്ലേ. അപ്പോ അങ്ങേര് അവിടെ നല്ല ചികിത്സയായിരുന്നു, നല്ല പെരുമാറ്റമായിരുന്നു. ഞാൻ പറയുന്നതിനകത്തൊക്കെ ചില കാര്യങ്ങളുണ്ട്. നല്ല ഡോക്ടറാകുന്നത് എപ്പോഴാണ്? നല്ല ചികിത്സയും കൂടെ ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. സ്വാഗതത്തിൽ പറഞ്ഞ പോലെ എന്തുകൂടെ പറഞ്ഞ് നല്ല പെരുമാറ്റം. മനസ്സിലാവുന്നുണ്ടോ? അത് അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് രോഗികളൊക്കെ എത്തി സംതൃപ്തിയോടെ മടങ്ങി. ധാരാളം രോഗികൾ വന്നു. വീണ്ടും കുറെ ഡോക്ടർമാരെ നിയമിച്ചു, നേഴ്സ് അടക്കം പാരാമെഡിക്കൽ സ്റ്റാഫിനെ നിയമിച്ചു. ആശുപത്രി വലുതായി. ധാരാളം അദ്ദേഹം സമ്പാദിച്ചു. അദ്ദേഹം ആ പണവും കൊണ്ട് എന്റെ നാട്ടിൽ മണാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത്, കള്ളന്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് അതുമായി വന്നിട്ട് അദ്ദേഹം അവിടെ കിട്ടാവുന്ന സ്ഥലങ്ങൾ മുഴുവനും ഉടമ പറഞ്ഞ വിലയ്ക്ക് വാങ്ങി. അങ്ങനെ കൂടി ശ്രദ്ധിക്കണം. പറഞ്ഞ വിലയ്ക്ക് വാങ്ങിയ ശേഷം അവിടെ 10 നില, 15 നില, 2 നില, 4 നില വരുന്ന നിരവധിയായ കെട്ടിടങ്ങൾ ആ പ്രദേശങ്ങളിൽ പടുത്തുയർത്തിയ ശേഷം അവിടെ അലോപ്പതി ആശുപത്രി തുടങ്ങി, മെഡിക്കൽ കോളേജ് തുടങ്ങി, ആയുർവേദ ആശുപത്രി തുടങ്ങി, ആയുർവേദ മെഡിക്കൽ കോളേജ് തുടങ്ങി, എഞ്ചിനീയറിംഗ് കോളേജ് ജനറൽ ഉണ്ട്, പിന്നെ വിമൻസ് വേറെ ഉണ്ട്, പോളിടെക്നിക് ഉണ്ട്, പെൺകുട്ടിക്ക് വേറെ ഉണ്ട്, നഴ്സിംഗ് കോളേജ് ഉണ്ട്, ഫാർമസി കോളേജ് ഉണ്ട്. ഇങ്ങനെ 25ഓളം സ്ഥാപനം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ലിസ്റ്റ് വേണ്ടല്ലോ? വേണ്ട. ഇത്രയധികം സ്ഥാപനങ്ങളോളം അവരുടെ സ്ഥാപനം മലപ്പുറത്തിൽ കൊണ്ട് ലോ കോളേജൊക്കെ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയേറെ സ്ഥാപനങ്ങൾ അവിടെ ഉണ്ടായി. ഞാനിത് എന്തിനാ പറയുന്നത് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇദ്ദേഹം അവിടെ വന്നിറങ്ങിയ സമയത്ത് പറഞ്ഞ വിലയ്ക്ക് ഈ സ്ഥലം വിറ്റവർക്കെല്ലാം അവരാഗ്രഹിച്ചതിനേക്കാൾ പൈസ കിട്ടി. അപ്പൊ ആർക്കാ ആദ്യം ഗുണം കിട്ടിയത്? ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ട്. ആ കെട്ടിടമെല്ലാം പണിതപ്പോൾ ഒരുപാട് പണിക്കാരുണ്ടായിരുന്നില്ലേ? അവർക്കൊക്കെ പൈസ കിട്ടിയോ? കോടിക്കണക്കിന് രൂപ കൂലിയായും സാധനങ്ങൾ വിലയായും പങ്കിട്ട് കൊടുത്തു. അങ്ങനെ ആ സ്ഥാപനം വന്നതിന് ശേഷം എന്ത് ചെയ്തു? ഒരുപാട് കുട്ടികൾ MBBS-നും അതുപോലെ തന്നെ ആയുർവേദ കോളേജിലും ഒക്കെ പഠിക്കാൻ വേണ്ടി അഡ്മിഷൻ കിട്ടിയോ? TTC B.Ed ഒക്കെ പഠിക്കാൻ കയറി. നഴ്സിംഗ് കോളേജ് നഴ്സിംഗ് പഠിക്കാൻ പറ്റി. അപ്പം നിരവധി കുട്ടികൾ ഡോക്ടറായി, നഴ്സായി, അധ്യാപകരായി പുറത്തിറങ്ങുന്നുണ്ടോ? ഉണ്ട്. ഇനി ആശുപത്രിയിൽ ചെല്ലുന്ന രോഗികൾക്ക് ചികിത്സ കിട്ടുമോ? വേദനയോടെ ചെല്ലുന്ന ആൾക്ക് വേദന അയറ്റി കൊടുക്കും, മരണാസന്നനായി ചെല്ലുന്ന ആൾക്ക് മരണം നീട്ടിക്കൊടുക്കും. അങ്ങനെ ധാരാളം പേർക്ക് ചികിത്സ കിട്ടാൻ തുടങ്ങി. പഠിച്ചത് മൊയ്തുവാ. അതാണ് കാര്യം. അപ്പൊ അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ നാട്ടിലെ പ്രദേശം ആകെ മാറിയ പ്രദേശത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരക്ക്, കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്ക് ഉള്ളത് മണാശ്ശേരി എന്ന സ്ഥലത്താണ്. ഈ സ്ഥാപനത്തിന്റെ പേര് KMCT എന്നാണ്. ഞാൻ ഇല്ലാത്തതൊന്നും പറയാം, കണ്ടത് മാത്രമേ ഉദാഹരണം പറയാറുള്ളൂ. വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല, നാട്ടിലുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ ഓട്ടോ സ്റ്റാൻഡായി ഒരുപാട് കടകൾ വന്നു. അങ്ങനെ ആ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലെ ആളുകൾക്കൊക്കെ തന്നെയും ഈ ആശുപത്രി പോലെയുള്ള കോളേജുകൾ എവിടെയെങ്കിലും ജോലിയുണ്ട്. അപ്പൊ അനേകം പേരുടെ ഉപജീവന മാർഗമായി തൊഴിൽ കിട്ടി.
പഠിച്ചത് മൊയ്ത് മാത്രം അല്ലേ? അപ്പോൾ കുട്ടിയൊക്കെ മനസ്സിലായി കാണാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. പഠിച്ചത് ഒരാളാണ്, എത്ര പേർക്ക് കിട്ടി? ഇനി ഈ വണ്ടി ഓടുന്നതിന്റെയും അവിടെ വന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളിലെല്ലാം ഫലമായി നിരവധി തരത്തിലുള്ള നികുതികളുണ്ട്, ടാക്സ്. ആ ടാക്സ് എല്ലാം സർക്കാരിനും കിട്ടും. അങ്ങനെയാണെങ്കിൽ കുട്ടികളെ നിങ്ങൾ ഓർക്കുക, നിങ്ങളെ ആദരിക്കാൻ ഒരു കാരണമുണ്ട്. നിങ്ങളൊരാൾ പഠിച്ച് മിടുക്കരായാൽ നിങ്ങൾ മാത്രമല്ല രക്ഷപ്പെടുന്നത്. നിങ്ങൾക്ക് നല്ല ശമ്പളമുള്ള ജോലി കിട്ടും, അല്ലെ ബിസിനസ് തുടങ്ങും, അല്ലെങ്കിൽ നല്ല സ്റ്റാർട്ടപ്പ് തുടങ്ങും, പൈസ ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൺ വാങ്ങും. ഐഫോൺ അല്ലേ കുട്ടി വാങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? പിന്നെ ഏതാ? സാംസങ് ആണോ? ഏതാ വാങ്ങുന്നത്? ഏത് കാറാ വാങ്ങാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വലുതാകുമ്പോൾ? കാറ് വേണ്ടേ? കാറൊക്കെ അത്യാവശ്യം ഇപ്പോൾ. ഏത് കാറാ മോനെ? ഏത് കാറാ വാങ്ങുന്നത്? ഏതൊക്കെയോ കാറിന്റെ പേര്? എന്റെ വീട്ടിലൊരു ചെറിയ കുട്ടുണ്ടോ, അവന് പല കാറിന്റെ പേര്. നിങ്ങൾ ഏത് കാറ് കണ്ടു വെച്ചിട്ടുണ്ടോ? അതെല്ലാം വാങ്ങാനുള്ള വഴിയാ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീട് വെക്കാൻ, ഇഷ്ടമുള്ള കാറ് വാങ്ങാൻ, ഇഷ്ടമുള്ള ഫോൺ വാങ്ങാൻ, ഇഷ്ടമുള്ള വസ്ത്രം വാങ്ങാൻ, ഇഷ്ടമുള്ള മന്തി വാങ്ങിക്കഴിക്കാം. മന്തിയാണോ ഇഷ്ടം? അത് ഇഷ്ടമാവും. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ ഈ ജോലി കൊണ്ട് ഒരാൾക്ക് സാധിക്കൂലേ? പിന്നെ വീട്ടിൽ അച്ഛനമ്മമാർക്കോ? അച്ഛനമ്മമാരെ രക്ഷപ്പെട്ടില്ലയോ? ഇല്ലേ? ഈ കുട്ടിക്ക് എന്തോന്ന് പറഞ്ഞൂടെ? അപ്പോ നമ്മൾ ഒരാൾ രക്ഷപ്പെട്ടാൽ പിന്നെ മക്കളെ നിങ്ങൾ രക്ഷപ്പെട്ടാൽ എന്തായി? നമ്മുടെ അച്ഛനമ്മമാർക്ക് അല്ലേ, അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കത്തില്ലേ? മരുന്ന് വാങ്ങിച്ചു കൊടുക്കാം, വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാം, എവിടെയെങ്കിലും കൊണ്ടുപോകാം, ടൂർ കൊണ്ടുപോകാം. ശരിയാ? കൊണ്ടുപോകില്ല? കൊണ്ടുപോകും. അപ്പൊ ഇങ്ങനെയൊക്കെ അവരും രക്ഷപ്പെട്ടു. അതാണ് മൊയ്തുവിന്റെ കുടുംബം അങ്ങനെ രക്ഷപ്പെട്ടു. പിന്നെയോ നാട്ടിൽ ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടി. ഞാൻ ഈ പറഞ്ഞതുപോലെ പലതരത്തിൽ അതിന് ഗുണമുണ്ടായി. പിന്നെ സർക്കാരിനും കിട്ടി. ഇപ്പൊ കുട്ടികൾക്ക് എന്താ മനസ്സിലായി? ഒരാൾ പഠിച്ചു, അത് സ്വന്തം ഒരാൾക്ക് മാത്രമല്ല, കുടുംബത്തിന് മാത്രമല്ല, നാടിനാകമാനം ഗുണം കിട്ടിയിട്ടുണ്ടല്ലോ. ഉണ്ട്. നാടിനും രാജ്യത്തിനും വലിയ ഉപകാരമാകുന്ന ഒരു പണിയാണ് വിദ്യാഭ്യാസം എന്ന് നിങ്ങൾ മനസ്സിലായോ? അപ്പൊ നമ്മൾ ഓരോരുത്തരും പഠിക്കുന്നു എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. നമുക്കൊരു ജോലി എന്ന കേവലമായ ഒരു ചെറിയ ലക്ഷ്യമല്ല, അല്ലെങ്കിൽ അതിന്റെ ഗുണഫലം അതല്ല, അതിലപ്പുറമുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിരുന്നോ എന്ന് എനിക്കറിയില്ല. ശരിയാണോ തെറ്റാണോ? ശരിയല്ലേ? അതുകൊണ്ടാണ് ആദരിക്കുന്നത്. അപ്പൊ ഈ പഠിക്കുന്നത് കൊണ്ട് കിട്ടുന്നത് ഇങ്ങനെയാണ്. അനേകം പേർക്ക് നമുക്ക് ഇതുപോലെയുള്ള ഗുണങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സംശയം കുട്ടിയോട് ചോദിക്കാണ്ട്. അപ്പൊ നിങ്ങൾ നന്നായി പഠിച്ച് നല്ല നിലയിൽ എത്തിയാൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഗുണമുണ്ടല്ലോ, ഇല്ലേ? ഇല്ലേ? എന്റെ അയൽവക്കത്ത് താമസിക്കുന്ന ഒരു അബ്ദുണ്ട്. അബ്ദു എഞ്ചിനീയറാണ്. ആ എഞ്ചിനീയറുടെ ഓഫീസിൽ തന്നെ ജൂനിയർ എഞ്ചിനീയർമാരായിട്ട് 4-5 പേരുണ്ട്. കൂടാതെ അദ്ദേഹത്തിന്റെ ബിൽഡിംഗ് പണി മേഖലയിൽ ഒരു 10-25-30 പേർക്ക് എന്നും പണിയുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ KMCTയിൽ പോലെ ആയിരക്കണക്കിന് ജോലി കൊടുക്കണ്ട, 5-10 പേർക്ക് കൊടുക്കാമോ? എന്റെ ഒരു സ്വന്തക്കാരൻ വക്കീലുണ്ട്, 2 ജൂനിയർ വക്കീലന്മാരും 2 സ്റ്റാഫും ഉണ്ട്. അപ്പൊ 4 പേർക്ക് പണി കിട്ടിയോ? ഒരാൾക്കെങ്കിലും പണി കൊടുക്കാൻ പറ്റില്ലേ? പിടി കിട്ടിയോ? അപ്പൊ നമ്മൾ പഠിച്ച് ജയിച്ചാൽ, നമ്മൾ ഉയർന്നാൽ അതിന്റെ ഗുണം കുറെ പേർക്ക് കിട്ടുമെന്ന് ഇപ്പൊ മനസ്സിലായോ? സമ്മതിച്ചോ? എല്ലാവരും സമ്മതിച്ചോ? കുട്ടികളെല്ലാം സമ്മതിച്ചോ? നമ്മൾ ഒരാൾക്ക് മാത്രമല്ല, നമ്മൾ പഠിച്ചാൽ അതിന്റെ ഗുണം വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല, കുടുംബക്കാർക്ക് മാത്രമല്ല, നാട്ടിലുള്ള ഒരുപാട് പേർക്ക് കിട്ടും എന്ന് സമ്മതിച്ചവർ കൈവക്ക്. സമ്മതിക്കാത്തവരുണ്ട്. കുട്ടികൾ വലിയൊരു കൈവക്കണ്ട. ആരും കൈവക്കുന്നില്ലേ? ഇത്രയും ഒക്കെയുള്ളൂ. അപ്പൊ പകുതി ഗുണമുള്ളൂ. വേറെ കുട്ടികൾ പുറകിലുണ്ട്. അത് 2 കൈ നോക്കി. അത് വേറെന്താ? സമ്മതിച്ചോ? വേറെ ചോദ്യം ചോദിക്കാനായി ചെയ്തത്. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുമക്കളെ, നമ്മൾ പഠിക്കാതിരുന്നാൽ ഇങ്ങനെ നമ്മളെ കൊണ്ട് നാട്ടുകാർക്ക് കിട്ടാമായിരുന്ന സകല ഉപകാരങ്ങളും നിങ്ങൾ ഇല്ലാണ്ടാക്കുകയല്ലേ? കേൾക്കുന്നുണ്ടോ? ശ്രദ്ധിച്ച് കേൾക്കണം. ഇത്രയും ഉപകാരമുള്ള ഒരു പണിയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ ആ പണി കൃത്യമായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ നാം കാരണം ഒരുപാട് പേർക്ക് കിട്ടേണ്ടിയിരുന്ന ഒരുപാട് ഉപകാരങ്ങൾ നമ്മൾ ഇല്ലാണ്ടാക്കല്ലേ? അല്ലേ? അന്നുണ്ടാത്ത് പഠിക്കാനുള്ള സ്കൂൾ കെട്ടിടമൊക്കെ ഉണ്ടാക്കി ശമ്പളം കൊടുത്ത് പുസ്തകം, അതിന്റെ കരിക്കുലം എത്ര ലക്ഷം മുടക്കിയിട്ടാണെന്നറിയോ? കോടികൾ മുടക്കിയിട്ടാ ഈ വിദ്യാഭ്യാസ സംവിധാനം നടക്കുന്നത്. ഒരു പരീക്ഷ ഇവിടെ നടത്തിയ തിരുവനന്തപുരത്ത് എത്തിച്ചിട്ട് അത് ടാബ്ലേറ്റ് ചെയ്ത് മാർക്കിട്ട് അത് പിന്നെ പരീക്ഷ സർട്ടിഫിക്കറ്റ് ആക്കിയൊക്കെ തരുന്നതിനൊക്കെ പണമൊക്കെ മുടക്കുന്നത് നമുക്ക് വേണ്ടിയാ. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായത് ഞാൻ വിചാരിക്കുന്നു. എന്താ മനസ്സിലായത്? നമ്മൾ പഠിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഗുണമുണ്ട് നാടിനാകെ. അപ്പോൾ നമ്മൾ പഠിക്കാതിരുന്നാൽ നാം ചെയ്യുന്നത് വലിയ ദ്രോഹമാണെന്ന് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പറയണം. ഇവിടെ ഇരുന്ന് സമ്മാനം വാങ്ങാനും അല്ലാതെയും വന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും ഇപ്പൊ ഇവിടുന്ന് പറയണം, ഇന്ന് ഇത് കേട്ട ശേഷം ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് വരെ ഈ പഠിച്ചതിനേക്കാൾ ഒന്നും കൂടി നന്നായി പഠിക്കും എന്ന് എനിക്ക് വാക്ക് തരണം. അല്ലെങ്കിൽ ഞാൻ പോവാം.